കെ.എം. മാണി എന്ന കേരള കോൺഗ്രസ് നേതാവ് ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിക്കുന്നതും വിജയിക്കുന്നതും 1965-ലാണ്. പിന്നീട് മാണിയുടെ മരണം നടന്ന 2019 വരെയുള്ള അരനൂറ്റാണ്ട് കാലം പാലാ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്നതും പാലാ രാഷ്ട്രീയത്തിൽ ആധിപത്യമുറപ്പിച്ചിരുന്നതും കെ.എം. മാണിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ കേരള കോൺഗ്രസ് എമ്മും തന്നെയായിരുന്നു. എന്നാൽ 2019 കെ.എം. മാണിയുടെ മരണശേഷം കേരള കോൺഗ്രസ് എമ്മിന് തങ്ങളുടെ ഈ രാഷ്ട്രീയ തട്ടകത്തിൽ തുടർച്ചയായ തിരിച്ചടികളാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. 2019 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മാണിയുടെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജോസ് ടോമിനെ നേരിയ ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് 2006-ലും 2011-ലും 2016-ലും കെ.എം. മാണിയോട് അഭിമാനകരമായ പോരാട്ടം നടത്തി പരാജയപ്പെട്ട മാണി സി കാപ്പൻ ഇടതുമുന്നണിക്ക് വേണ്ടി അരനൂറ്റാണ്ടിൻ്റെ ഇടവേളയ്ക്ക് ശേഷം ഈ മണ്ഡലം പിടിച്ചെടുക്കുന്നത്. പിന്നീട് 2020 ജോസ് കെ മാണി വിഭാഗം ഇടതുമുന്നണിയിലേക്ക് ചുവടുമാറിയതോടുകൂടി മാണി സി കാപ്പന് LDF സീറ്റ് നിഷേധിക്കുകയും അദ്ദേഹം UDF പാളയത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുകയായിരുന്നു. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കെ.എം. മാണി വിഭാഗം ഇടതുമുന്നണിയിലേക്ക് എത്തിയതോടുകൂടി പാലാ നഗരസഭയുൾപ്പെടുന്ന പാലാ നിയോജക മണ്ഡലത്തിലെ 13 തദ്ദേശ സ്ഥാപനങ്ങളിൽ 7ഇടത്ത് അധികാരമുറപ്പിക്കുവാൻ LDFന് സാധിച്ചു. 5ഇടത്ത് UDF അധികാരമുറപ്പിച്ചപ്പോൾ മുത്തോലി പഞ്ചായത്തിൽ BJPയാണ് അധികാരം നിലനിർത്തിയത്. ഈ ഭൂരിപക്ഷത്തിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ജോസ് കെ മാണി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കാപ്പനെതിരെ പാലായിൽ മത്സരത്തിനിറങ്ങിയത്. സംസ്ഥാനത്തെമ്പാടും ഇടതു തരംഗം ആഞ്ഞു വീശി ഈ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ പാലായിൽ UDFനൊപ്പമായിരുന്നു കാര്യങ്ങൾ. 15,000-ലധികം വോട്ടുകളുടെ മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് മാണി സി കാപ്പൻ ഇവിടെ ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തിയത്. കാൽ നൂറ്റാണ്ട് കാലത്തിനിടയിൽ കെ.എം. മാണി നേടിയ ഭൂരിപക്ഷത്തെക്കാളും ഇരട്ടി ഭൂരിപക്ഷമാണ് കാപ്പൻ ഈ തെരഞ്ഞെടുപ്പിൽ നേടിയത് എന്ന കാര്യവും ഇവിടെ ശ്രദ്ധേയമാണ്. ഏതൊക്കെയാണെങ്കിലും അതിനുശേഷം 2024 നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും UDFന് ഈ മേൽക്കോയ്മ നിലനിർത്തുവാൻ സാധിച്ചു. മാണി ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായ സിറ്റിംഗ് MP തോമസ് ചാഴികാടനെ പാലാ ഉൾപ്പെടുന്ന കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് പരാജയപ്പെടുത്തുവാൻ UDFൻ്റെ പ്രതിനിധിയായ ഫ്രാൻസിസ് ജോർജിന് സാധിച്ചു. പാലാ നിയോജക മണ്ഡലത്തിൽ 10,000-ലധികം വോട്ടുകളുടെ ആധിപത്യമാണ് ഫ്രാൻസിസ് ജോർജ് തോമസ് ചാഴികാടന് മേൽ നേടിയത്. ഏറ്റവും ഒടുവിൽ 2025 ഡിസംബർ മാസം തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ UDF അതിൻ്റെ പോയ പ്രതാപം പാലായിൽ തിരികെ പിടിക്കുകയായിരുന്നു. നിയോജക മണ്ഡലത്തിലെ 13 തദ്ദേശ സ്ഥാപനങ്ങളിൽ 8ഇടത്ത് അധികാരമുറപ്പിക്കുവാൻ UDFന് സാധിച്ചു. കേവലം 5ഇടത്ത് മാത്രമാണ് LDF അധികാരം നേടിയത്. അതിനാൽ തന്നെ ജോസ് കെ മാണിയുടെ 2ഇല വാടിക്കരിഞ്ഞു എന്ന നിലയിലാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഈ തെരഞ്ഞെടുപ്പുകളെ വിലയിരുത്തുന്നത്. ഏതൊക്കെയാണെങ്കിലും പാലാ നഗരസഭയിൽ UDF അധികാരം ഉറപ്പിക്കുമ്പോൾ 38 വർഷക്കാലത്തെ കേരള കോൺഗ്രസ് കുത്തകയ്ക്കാണ് ഇവിടെ വിരാമമുണ്ടായിട്ടുള്ളത് എന്നത് മറ്റൊരു ശ്രദ്ധേയമായ വസ്തുതയാണ്. എന്നാൽ പാലാ നഗരസഭയിൽ നടന്നത് കേവലമായ ഒരു LDF UDF രാഷ്ട്രീയ പോരാട്ടമായിരുന്നില്ല. നേരെ മറിച്ച് കേരള രാഷ്ട്രീയത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്ന ഒരു രാഷ്ട്രീയ കുടിപ്പകയുടെ പുതിയൊരു അധ്യായമാണ് പിറന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 21 വയസ്സുകാരിയായ സ്വതന്ത്ര കൂട്ടായ്മയുടെ ഭാഗമായി വിജയിച്ച കൗൺസിലർ ദിയ ബിനു പുളിക്കക്കണ്ടമാണ് ഇന്നലെ UDF പിന്തുണയിൽ നഗരസഭയുടെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ദിയ ബിനു പുളിക്കക്കണ്ടത്തിൻ്റെ പിതാവ് ബിനു പുളിക്കക്കണ്ടവും ജോസ് കെ മാണിയും തമ്മിൽ ഒരു പതിറ്റാണ്ട് കാലമായി നിലനിന്നു പോരുന്ന രാഷ്ട്രീയ വൈര്യത്തിൻ്റെ പുതിയൊരു അധ്യായമാണ് ഇന്നലെ പിറന്നത് എന്ന് വേണമെങ്കിലും പറയാം. ഈ രാഷ്ട്രീയ വൈര്യത്തിൻ്റെ കഥ പറയണമെങ്കിൽ നാം ബിനു പുളിക്കക്കണ്ടം എന്ന രാഷ്ട്രീയ നേതാവിനെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കോൺഗ്രസിലൂടെയാണ് ബിനു പുളിക്കക്കണ്ടം തൻ്റെ രാഷ്ട്രീയ പൊതുജീവിതം ആരംഭിക്കുന്നത്. എല്ലാ കാലത്തും കെ കരുണാകരൻ ഭക്തനായിരുന്ന ബിനു പുളിക്കക്കണ്ടം ഇന്നും കെ മുരളീധരൻ എന്ന കോൺഗ്രസ് നേതാവുമായി ഏറെ ആത്മബന്ധം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. 2005 കെ കരുണാകരൻ്റെ നേതൃത്വത്തിൽ DIC എന്നൊരു പാർട്ടി കോൺഗ്രസിനെ പിളർത്തി രൂപീകരിക്കപ്പെടുമ്പോൾ ബിനു പുളിക്കക്കണ്ടം യൂത്ത് കോൺഗ്രസിൻ്റെ കോട്ടയം ജില്ലാ അധ്യക്ഷനായിരുന്നു. അന്ന് കരുണാകരനൊപ്പം നിലയുറപ്പിച്ചിട്ടുള്ള ബിനു പുളിക്കക്കണ്ടം പിന്നീട് കരുണാകരൻ വിഭാഗത്തിൻ്റെ യുവജന പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേൽക്കുകയും ചെയ്തു. ഏതൊക്കെയാണെങ്കിലും കരുണാകരൻ്റെ പാർട്ടിയിൽ നിൽക്കുമ്പോഴാണ് ബിനു ആദ്യമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്തേക്ക് പാലാ മുനിസിപ്പാലിറ്റിയിലൂടെ കടന്നു വരുന്നത്. ഇടതുമുന്നണി വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ചിരുന്ന ഒരു സീറ്റിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ബിനു പുളിക്കക്കണ്ടം 400ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് തൻ്റെ കന്നി പോരാട്ടത്തിൽ വിജയിച്ചു കയറിയത്. പിന്നീട് 2010 ആയപ്പോഴേക്കും അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കരുണാകരൻ്റെ പാർട്ടി ഏറെക്കുറെ അപ്രസക്തമായി മാറിയിരുന്നു. അന്ന് ബിനു പുളിക്കക്കണ്ടം UDFുമായി സഹകരണത്തിൽ ഒരു സ്വതന്ത്ര മുന്നണിക്ക് രൂപം കൊടുക്കുകയും 3 വാർഡുകളിൽ മത്സരിക്കുകയും ചെയ്തു. ബിനു ഉൾപ്പെടെ അന്ന് സ്വതന്ത്ര മുന്നണിയുടെ ഭാഗമായി മത്സരിച്ച 3 കൗൺസിലർമാരും വിജയിച്ച് കയറുകയായിരുന്നു.
പിന്നീട് കോൺഗ്രസിലേക്കും മടങ്ങിയെത്തിയ ബിനു പുളിക്കക്കണ്ടത്തിനെ ചില ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ VM സുധീരൻ KPCC അധ്യക്ഷനായിരിക്കെ പാർട്ടിയിൽ നിന്ന് വീണ്ടും സസ്പെൻഡ് ചെയ്യുകയും ബിനു പുളിക്കക്കണ്ടം BJPയുമായി അടുക്കുന്ന ഒരു സാഹചര്യം സംജാതമാകുകയും ചെയ്തു. അങ്ങനെ 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൻ്റെ മൂന്നാമത്തെ തദ്ദേശ പോരാട്ടത്തിന് ബിനു പുളിക്കക്കണ്ടം മത്സരത്തിനിറങ്ങിയത് താമര ചിഹ്നത്തിലായിരുന്നു. ബിനു പുളിക്കക്കണ്ടം താമര ചിഹ്നത്തിൽ മത്സരിച്ചുകൊണ്ട് ഈ വാർഡിൽ വിജയിച്ചതോടെ പാലാ നഗരസഭയുടെ ചരിത്രത്തിലാദ്യമായി BJPക്ക് ഇവിടെ ഒരു ജനപ്രതിനിധി ഉണ്ടാകുകയും ചെയ്തു. എന്നാൽ 2020 കാര്യങ്ങൾ എത്തുമ്പോൾ ബിനു പുളിക്കക്കണ്ടം BJPയുമായി കലഹിച്ച് LDF പാളയത്തിലേക്ക് എത്തിച്ചേരുകയും CPMൽ അംഗത്വമെടുക്കുകയും ചെയ്തു. അങ്ങനെ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലാ മുനിസിപ്പാലിറ്റിയുടെ ഫലം പുറത്തു വന്നപ്പോൾ CPMൻ്റെ ചിഹ്നമായ അരിവാൾ ചുറ്റികയിൽ മത്സരിച്ച് വിജയിച്ച ഏക കൗൺസിലറായി ബിനു പുളിക്കക്കണ്ടം തീരുകയും ചെയ്തു. CPMന് അന്ന് മറ്റ് കൗൺസിലർമാരുണ്ടായിരുന്നെങ്കിലും അവരെല്ലാം സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരത്തിനിറങ്ങിയത്. എന്നാൽ 2025 ആയപ്പോഴേക്കും CPM പാളയവും ഉപേക്ഷിച്ച് വീണ്ടും ഒരു സ്വതന്ത്ര മുന്നണി പരീക്ഷണത്തിനിറങ്ങിയ ബിനു പുളിക്കക്കണ്ടത്തിന് അന്ന് സ്ഥാനാർത്ഥികളായി നിർത്താൻ കഴിഞ്ഞത് അദ്ദേഹത്തെ തന്നെയും അദ്ദേഹത്തിൻ്റെ മകളെയും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരനെയുമാണ്. ഈ തെരഞ്ഞെടുപ്പിലും ഇവരുടെ രാഷ്ട്രീയ പരീക്ഷണം വിജയിക്കുകയും ചെയ്തു. ബിനുവിനെ ഇത്തരം ഒരു രാഷ്ട്രീയ പരീക്ഷണത്തിന് നിർബന്ധിതനാക്കിയ ഘടകം എന്താണെന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഈ രാഷ്ട്രീയ കുടിപ്പകയുടെ ചരിത്രം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. ജോസ് കെ മാണിയെ സംബന്ധിച്ച് അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോരാട്ടത്തിനിറങ്ങിയ 2021 തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പാലാ നഗരസഭാ യോഗത്തിനിടയിൽ ഇടതുമുന്നണിയിലെ അംഗങ്ങൾ തമ്മിൽ ഒരു കയ്യാങ്കളി ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. അന്ന് ബിനുവിനെ പ്രകോപിപ്പിച്ച കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ കൗൺസിലറും ജോസ് കെ മാണിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായ ബൈജു കൊല്ലംപറമ്പിനെ ബിനു കൗൺസിൽ ഹാളിലിട്ട് മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടാകുകയും മർദ്ദനമേറ്റ ബൈജു കൊല്ലംപറമ്പൻ വാവിട്ട് കരയുന്ന രംഗങ്ങൾ മാധ്യമങ്ങളിലൂടെ ലോകം മുഴുവൻ കാണുകയും ചെയ്തു. അവിടെയാണ് ജോസ് കെ മാണിയും ബിനുവും തമ്മിൽ രൂക്ഷമായ രാഷ്ട്രീയ ഭിന്നതയും രാഷ്ട്രീയ കുടിപ്പകയും ഉടലെടുത്തത്. ഇത്തരത്തിൽ 2021 തൻ്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ മുഖ്യ കാരണം ബിനു ആണ് എന്നാണ് ജോസ് കെ മാണി വിശ്വസിച്ചിരുന്നത്. അതിനാൽ തന്നെ CPMൻ്റെ പ്രതിനിധിക്ക് 2023 ചെയർപേഴ്സൺ സ്ഥാനം വിട്ടുനിൽക്കേണ്ട സാഹചര്യമുണ്ടായപ്പോൾ ജോസ് കെ മാണി CPMന് മുന്നിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നിൽ വെച്ച ഏക ഡിമാൻഡ് എന്ന് പറയുന്നത് ബിനുവിനെ മാത്രം ചെയർപേഴ്സണാക്കാൻ കഴിയുകയില്ല എന്നതാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ചിഹ്നത്തിൽ വിജയിച്ചു കയറിയ അവരുടെ പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടി ലീഡറായ ഒരു നേതാവ്, അതായത് ബിനു പുളിക്കക്കണ്ടത്തെ ചെയർമാൻ പദവിയിൽ എത്തിക്കണമെന്നാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ജോസ് കെ മാണി കടുത്ത നിലപാടെടുത്തതോടെ ഇതിന് സാധിക്കാതെ വരികയും സ്വതന്ത്രയായി വിജയിച്ച ജോസിൻ ബിനോയെ ഈ പദവിയിലേക്ക് നിയോഗിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ജോസ് കെ മാണിയുടെ നേരിട്ടുള്ള ഇടപെടലിൽ തനിക്ക് ചെയർമാൻ പദവി നഷ്ടമായിടത്തു നിന്നാണ് ബിനു പുളിക്കക്കണ്ടം രാഷ്ട്രീയമായി പകരം വീട്ടുവാൻ തീരുമാനമെടുക്കുന്നതും 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിനുള്ള സുവർണ അവസരം ബിനുവിന് ലഭിക്കുകയും ചെയ്യുന്നത്. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നപ്പോൾ പാലാ നഗരസഭയിലെ കക്ഷിനില എന്ന് പറയുന്നത് ആകെയുള്ള 26 സീറ്റുകളിൽ 12 LDF വിജയിച്ചപ്പോൾ 10 UDF വിജയിക്കുന്ന സാഹചര്യമുണ്ടായി. ബിനുവിൻ്റെ സ്വതന്ത്ര കൂട്ടായ്മയിൽ മത്സരിച്ച മൂവരും വിജയിച്ചതോടുകൂടി LDFനോ UDFനോ അധികാരം നേടണമെങ്കിൽ ബിനുവിൻ്റെ പിന്തുണ അനിവാര്യമായി തീരുകയും ചെയ്തു. ഇതുകൂടാതെ മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും ഈ പോരാട്ടത്തിൽ കോൺഗ്രസ് വിമതയായി മത്സരിച്ച് വിജയിക്കുന്ന സാഹചര്യമുണ്ടായി. ഇവിടെയും ഇവരുടെ വിജയത്തിന് പിന്നിൽ ബിനുവിൻ്റെ സഹായ സഹകരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന ആരോപണങ്ങൾ കേരള കോൺഗ്രസ് പാളയങ്ങളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ ഉയർന്നു വരികയും ചെയ്തിട്ടുള്ളതാണ്. ഏതൊക്കെയാണെങ്കിലും സ്വതന്ത്ര കൂട്ടായ്മയിലെ 3 അംഗങ്ങളും കോൺഗ്രസ് വിമതയായി മത്സരിച്ച മായ രാഹുലും അടക്കമുള്ളവർ UDFനൊപ്പം അടിയുറച്ചു നിന്നതോടുകൂടിയാണ് UDFനിവിടെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് അധികാരം പിടിക്കുവാൻ സാധിച്ചത്. അങ്ങനെ തനിക്ക് ജോസ് കെ മാണി നിഷേധിച്ച പാലാ നഗരസഭ ചെയർപേഴ്സൺ പദവിയിൽ ജോസ് കെ മാണിയുടെ പാർട്ടിയെ നിലംപരിശാക്കിക്കൊണ്ട് 4 പതിറ്റാണ്ട് കാലത്തെ അവരുടെ കുത്തക അവസാനിപ്പിച്ചുകൊണ്ട് ബിനു പുളിക്കക്കണ്ടം മകളെ പ്രതിഷ്ഠിച്ച് തൻ്റെ മധുര പ്രതികാരത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇത് ഈ പ്രതികാരത്തിൻ്റെ കഥയുടെ അവസാനമല്ല, നേരെ മറിച്ച് പുതിയൊരു അധ്യായമാണെന്നുള്ളതാണ്. ബിനുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നഗരസഭ ചെയർപേഴ്സൺ പദവി തനിക്ക് നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ മാധ്യമങ്ങളിലൂടെ നടത്തിയിട്ടുള്ള ഒരു പ്രതികരണമുണ്ടായിരുന്നു. ജോസ് കെ മാണിയെ ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് നിയമസഭ കാണിക്കില്ല എന്ന പ്രഖ്യാപനമാണ് അന്ന് ബിനു പരസ്യമായി നടത്തിയത്. അതുതന്നെയാണ് ആത്യന്തികമായി ബിനുവിൻ്റെ CPMൽ നിന്നുള്ള പുറത്തുപോക്കിനും വഴിവെച്ചിട്ടുള്ളത്.
അതിനാൽ തന്നെ ബിനുവിനെ സംബന്ധിച്ചിടത്തോളം മകളെ ചെയർപേഴ്സണാക്കിയെടുത്ത് ഈ കഥ അവസാനിപ്പിക്കുവാൻ സാധിക്കുകയില്ല. ജോസ് കെ മാണി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലാ നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരത്തിനിറങ്ങിയാൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്തുക എന്ന കൃത്യമായ ലക്ഷ്യവും ബിനുവിന് മുന്നിലുണ്ട്. അതിനാൽ തന്നെ മാണി സി കാപ്പൻ 2026 വീണ്ടും UDF പ്രതിനിധിയായി മത്സരരംഗത്തിറങ്ങുമ്പോൾ കാപ്പൻ്റെ വിശ്വസ്തനായ ഒരു കരുവായി, കാപ്പൻ്റെ കയ്യാളായി ബിനു തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കങ്ങളില്ല എന്നതാണ് വസ്തുത. 2 പതിറ്റാണ്ട് കാലത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനിടയിൽ സ്വതന്ത്രനായും BJP ആയും CPM ആയുമെല്ലാം വാർഡുകളിൽ നിന്ന് ഒരേപോലെ വിജയിച്ചു കയറുവാൻ ബിനുവിനെ സഹായിക്കുന്നത് ആ വാർഡുകളിലുള്ള ജനങ്ങളുമായി ബിനുവിനുള്ള അടുത്ത ആത്മബന്ധമാണ്. ഒരു വാർഡിൽ മാത്രം ഒതുക്കി നിർത്താതെ സമീപത്തുള്ള 3 വാർഡുകളിലേക്ക് കൃത്യമായി ഒരു രാഷ്ട്രീയ സ്വാധീനം ബിനു വർദ്ധിപ്പിക്കുമ്പോൾ അത് പാലാ രാഷ്ട്രീയത്തിൽ LDFും UDFും ഒരുപോലെ ഭയപ്പെടുന്ന ഒരു സമ്മർദ്ദ ശക്തിയായി കൂടി രൂപം കൊള്ളുകയാണ് എന്ന രാഷ്ട്രീയ വസ്തുതയും നമുക്ക് മുന്നിൽ ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. സംഘർഷഭരിതമായ ഒരു പൊതുജീവിതം മാത്രമല്ല ബിനുവിനുള്ളത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 7 വർഷക്കാലമായി കോട്ടയം ജില്ലാ അക്വാട്ടിക് അസോസിയേഷൻ പ്രസിഡൻ്റാണ് ബിനു പുളിക്കക്കണ്ടം. അതുകൂടാതെ 2 വർഷക്കാലമായി അദ്ദേഹം ഈ അക്വാട്ടിക് അസോസിയേഷൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയാണ്. തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വരുന്നത് കരുണാകരൻ്റെ പാളയത്തിലൂടെയാണെങ്കിലും ബിനു രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് KSUവിലൂടെയാണ്. KSUവിൻ്റെ ഭാഗമായി നിലനിന്നുകൊണ്ട് 3 വർഷക്കാലം MG യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗമാകുവാനും ബിനുവിന് സാധിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ MG സർവകലാശാലയെയും കേരളത്തെയും പ്രതിനിധീകരിച്ച് വാട്ടർ പോളോ മത്സരങ്ങളിൽ ഇദ്ദേഹം ദേശീയ തലത്തിൽ ചാമ്പ്യൻഷിപ്പ് ട്രോഫികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ ദേശീയ ക്യാമ്പിലടക്കം പങ്കെടുത്തിട്ടുള്ള ഒരു വാട്ടർ പോളോ താരം കൂടിയാണ് ബിനു പുളിക്കക്കണ്ടം. സർവകലാശാലാ തലങ്ങളിൽ നടന്നിട്ടുള്ള നിരവധി ഗുസ്തി മത്സരങ്ങളിലും ബിനുവിന് ജേതാവാകുവാൻ സാധിച്ചിട്ടുണ്ട്. ലോ കോളേജ് പഠനകാലത്ത് തൻ്റെ സഹപാഠിയായിരുന്ന ക്ഷേമയാണ് ബിനുവിൻ്റെ ജീവിത പങ്കാളി. ബിനു പുളിക്കക്കണ്ടം നായർ വിഭാഗത്തിൽപ്പെട്ട ഹൈന്ദവനാണെങ്കിൽ ക്ഷേമ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു ക്രൈസ്തവയാണ്. അതിനാൽ തന്നെ ഓണവും ക്രിസ്മസും വിഷുവും ഈസ്റ്ററുമെല്ലാം ഒരുപോലെ ആചരിക്കുന്ന ഒരു മതേതരം കുടുംബം കൂടിയാണ് ഇവരുടേത് എന്നും പറയേണ്ടിയിരിക്കുന്നു. ഇതിനെല്ലാം അപ്പുറം കൗതുകകരമായ മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ബിനു പുളിക്കക്കണ്ടത്തിൻ്റെ പിതാവ് എല്ലാ ഘട്ടത്തിലും KM മാണിയുടെ പാലായിലെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു. മാണിയുടെ പാർട്ടിയുടെ പാലാ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് 40 വർഷക്കാലം സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. ഇത്തരത്തിൽ പാലാ രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന പലവിധ രാഷ്ട്രീയ കുടിപ്പകകളിലെ ഒരു കഥ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.